സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിനെ സംബന്ധിച്ച് ഒരു മാറ്റത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. കേരളം മാറണം, തിരുവനന്തപുരത്തിന് മാറ്റമുണ്ടാകണം, പട്ടികവർഗ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ മാറ്റങ്ങളുണ്ടാകണം. ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും കേരളത്തിലെ ജനങ്ങളൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണം എല്ലാ മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി. പോലീസ് സ്റ്റേഷനുകളാണെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി സമീപിക്കുന്ന പരാതിക്കാരനെ സ്വീകരിക്കുന്നത് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല, മറിച്ച് ഗുണ്ടാ നേതാക്കളാണ്. ക്രമസമാധാനം പാടെ തകർന്നു. തലസ്ഥാനത്ത് പോലും ജീവിക്കാൻ രക്ഷയില്ലാത്തൊരു സാഹചര്യമുണ്ടായി. അതുപോലെ മറ്റ് രംഗങ്ങളിൽ ആരോഗ്യരംഗത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ചികിത്സയ്ക്ക് വേണ്ടി 2 കാലിൽ നടന്നു പോകുന്നവർ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന അവസ്ഥയാണെന്ന് സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ. എത്ര അനുഭവങ്ങൾ തിരുവനന്തപുരത്ത്. പേരുക്കടയിലെ ജില്ലാ ആശുപത്രി, ഞാൻ MLA ആയിരുന്ന കാലത്ത്, ശ്രീ ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് നിർമ്മിച്ച നിർമ്മാണങ്ങളല്ലാതെ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ വൈറൽ ഫീവറായി ചെന്നൊരു വീട്ടമ്മ ടെസ്റ്റ് ഡോസ് പോലും ചെയ്യാതെ കുത്തിവെച്ചതിൻ്റെ ഫലമായി മരണപ്പെട്ടു. വിളപ്പിൽ ശാലയിൽ ഒരു ഗൃഹനാഥൻ വയറുവേദനയെടുത്ത് ചികിത്സയ്ക്ക് ചെന്നപ്പോൾ ചികിത്സ കിട്ടാതെ അദ്ദേഹം പടഞ്ഞ് വിടുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർമാരെ വിളിച്ച് കേണപേക്ഷിക്കുന്നതും ഒടുവിൽ ആ രോഗി നിലത്ത് വീണ് മരിക്കുന്നതും നമ്മൾ CCTVയിലൂടെ കണ്ടതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. ഇതാണ് പല ആശുപത്രികളുടെ അവസ്ഥ. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന ഡോക്ടർമാരുടെ സമരത്തിനെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമവും മുഖ്യമന്ത്രിയുടെയോ ആരോഗ്യമന്ത്രിയുടെയോ ഭാഗത്തുണ്ടായില്ല. അവ ചുരുക്കി പറഞ്ഞാൽ പല സർക്കാർ ആശുപത്രികളും വേണ്ടത്ര ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല. ഇവർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കുറേ കെട്ടിടം കിട്ടിയെന്ന് പറഞ്ഞു. പണിത കെട്ടിടങ്ങളിൽ കറണ്ട് കണക്ഷൻ പോലുമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഡോക്ടർമാരില്ല. ഞാൻ ചോദിക്കുന്നത്, കിഫ്ബി കോടികൾ ചെലവഴിച്ച് പണിത കെട്ടിടം നോക്കിയാൽ ഒരു രോഗിയുടെ രോഗം മാറുമോ? ഇതിനെല്ലാം പുറമെ ഗർഭാശയ സംബന്ധമായ കാര്യങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിൽ ഓപ്പറേഷന് പോയാൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു കത്രിക ഫ്രീ ആയിട്ട് വയറ്റിൽ നിക്ഷേപിച്ചു കൊടുക്കും. 2021 മെയ് മാസത്തിൽ ഉഷ എന്ന വീട്ടമ്മയ്ക്കുണ്ടായ അനുഭവം, ഗർഭാശയം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ അവരുടെ വയറ്റിലും ഒരു ഫ്രീ ആയിട്ട് കത്രിക ഇട്ട് കൊടുത്തു. വർഷങ്ങളോളം വേദന സഹിച്ചു. ഇതേ അനുഭവം ഏതാണ്ട് 2022 ആവർത്തിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷീന എന്നൊരു വീട്ടമ്മ പ്രസവത്തിന് പോയപ്പോൾ സിസേറിയൻ വേണ്ടി വന്നു, കുഞ്ഞ് പുറത്ത് വന്നു, കത്രിക അകത്ത് പോയി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഒരു വീട്ടമ്മ സർജറിക്ക് പോയപ്പോൾ ഗൈഡ് വയർ വയറ്റിൽ കുടുങ്ങി. ഇന്ന് അത് പുറത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അത് പുറത്തെടുത്താൽ രോഗി മരിക്കും. ആ രോഗി പറഞ്ഞെന്താ, ഈ വേദന സഹിച്ച് എനിക്കിനി ജീവിക്കാൻ വയ്യ. ഇതാണ് സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ. എന്നാൽ മുഖ്യമന്ത്രിക്ക് അസുഖം വന്നാൽ അമേരിക്കയിലേക്ക് പോകുന്നു. ആ മുഖ്യമന്ത്രി അബുദാബിയിൽ പോയി പറഞ്ഞെന്താ, കേരളത്തിലെ ചികിത്സാ രംഗം അമേരിക്കയെ കവച്ചു വയ്ക്കുന്നു. ഇങ്ങനെയുള്ള കവച്ചു വയ്ക്കുന്ന മരണങ്ങളാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. വിദ്യാഭ്യാസ രംഗം, നമ്മുടെ കുട്ടികളൊക്കെ പുറത്തേക്ക് പോവാണ്. കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, പരീക്ഷ കൃത്യസമയത്ത് നടക്കുന്നില്ല, നടന്ന പരീക്ഷകൾക്ക് റിസൾട്ട് വരുന്നില്ല, ജയിച്ച കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ ഇൻചാർജ് VC-മാർക്ക് സമയമില്ല. പല കുട്ടികളും വിദേശത്ത് പോകുന്നു. കേരളത്തിലെ
വീടുകൾ വൃദ്ധസദനങ്ങളായി മാറുന്നു. ഒരു മരണം നടന്നാൽ എന്ന് ശവസംസ്കാരം നടത്തുമെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ ഓരോ വകുപ്പെടുത്താലും പരാജയം കണ്ട പര്യായമായി ഇന്നത്തെ ഭരണം മാറി. ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ല. ശബരിമല സർവ്വതും കട്ടു. ഇവ സുപ്രീം കോടതി ചോദിച്ചത് എന്താ? ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്നാണ് ശബരിമലയിൽ. ഇപ്പോൾ മൂന്നാമത്തെ ടേം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ശബരിമലയിലെ സ്വർണം കെട്ടു, ഇനി ഗുരുവായൂരെ സ്വർണം കക്കാനാണോ മൂന്നാമതും അധികാരം വേണമെന്ന് പറയുന്നത്? അമ്പലങ്ങളും പള്ളികളും കൊള്ളയടിക്കാനാണോ മൂന്നാമതും ഭരണം വേണമെന്ന് പറയുന്നത്? തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ശ്രീ ശിവകുമാർ മന്ത്രി, ഞാൻ MLA ആയിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആരംഭിച്ച രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് 100 സീറ്റുകൾ അനുവദിച്ചുകൊണ്ട് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടിയ മെഡിക്കൽ കോളേജ് ഈ പിണറായി സർക്കാർ വന്ന് അടച്ചുപൂട്ടി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ച മെട്രോ സർവീസ് പിണറായി സർക്കാർ ഇല്ലാതാക്കി. ഇന്ന് തിരുവനന്തപുരം നഗരത്തിനെ കുറിച്ച് പറഞ്ഞാൽ, UDFന്റെ കാലത്ത് ആരംഭിച്ച ഓപ്പറേഷൻ അനന്ത രണ്ടാം ഘട്ടം നടപ്പാക്കിയില്ല. ആറ്റുകാൽ പൊങ്കാല വന്നാലും, അതുപോലെ തന്നെ ഭീമാപള്ളി ഉറൂസ് വന്നാലും, വെട്ടുകാട് പെരുന്നാൾ വന്നാലും പൈപ്പിൽ കൂടെ പൈപ്പ് തുറന്നാൽ വരുന്നത് ഒരേ ശബ്ദം മാത്രം, ഷൂ എന്നുള്ള ശബ്ദം മാത്രം. ഇതാണോ ഭരണം? അതുകൊണ്ട് ഞാൻ പ്രിയങ്ക ഗാന്ധി എത്താനായതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് ഭരണം മാറിയേ മതിയാവും. നമുക്കിവിടെ UDFന്റെ ഭരണം വരണം. ഐക്യജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മുടെ മുഴുവൻ സ്ത്രീകൾക്കും പ്രായവ്യത്യാസമന്യേ, ജാതിമത ഭേദമന്യേ, BPL APL വ്യത്യാസമന്യേ മുഴുവൻ വനിതകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര. അതാണ് UDFന്റെ ഒന്നാമത്തെ ഗ്യാരണ്ടി. അതോടൊപ്പം ക്ഷേമ പെൻഷൻ ഇന്ന് 1500 കൊടുക്കും എന്ന് പറയുന്ന പിണറായി UDF അധികാരത്തിൽ വന്നാൽ 3000-ഓളം രൂപ ക്ഷേമ പെൻഷനായി നമ്മുടെ അമ്മമാരുടെ കൈകളിൽ എത്തിക്കും. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർക്ക് 25 ലക്ഷം വരെ പലിശരഹിത വായ്പ നൽകും UDF സർക്കാർ. അത് നമ്മുടെ ഒരു ഗ്യാരണ്ടിയാണ്. പ്രായം ചെന്നവർക്ക് വേണ്ടി വയോജന വകുപ്പ് UDFന്റെ ഗ്യാരണ്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് 1000 രൂപ, പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ അവരെ കൈകളിൽ എത്തിക്കുന്നു UDF സർക്കാർ. അതാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതിനു പുറമെ തിരുവനന്തപുരത്തിനുള്ള ഗ്യാരണ്ടി എന്ന് പറയുന്നത്, UDF സർക്കാർ ആരംഭിച്ച് പിണറായി സർക്കാർ അടച്ചുപൂട്ടിയ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ വീണ്ടും ആരംഭിക്കും. അതോടൊപ്പം തന്നെ 266 ദിവസം സമരം ചെയ്ത നമ്മുടെ ആശാവർക്കർമാർ അവർ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഭരണത്തിന്റെ തുടക്കം. വ്യക്തമായി UDF നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ക്യാബിനറ്റിൽ തന്നെ അവർ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്ന വാഗ്ദാനം കേരളത്തിലെ ആശാവർക്കർമാർക്ക് UDF നൽകി കഴിഞ്ഞു. അതുപോലെ തലസ്ഥാനത്തിന്റെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മെട്രോ സർവീസ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഭാവന ചെയ്ത പള്ളിപ്പുറം മുതൽ കരമന വരെയുള്ള ആദ്യ റീച്ച് ഉൾപ്പെടെയുള്ള മെട്രോ സർവീസ് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ ആരംഭിക്കും. വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്ന ഓപ്പറേഷൻ അനന്ത നിങ്ങൾക്കറിയാം. 2011 വരെ ഒരു മഴ പെയ്താൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു സമുദ്രമായിട്ടാണ് മാറിയതെങ്കിൽ ഓപ്പറേഷൻ അനന്തയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ ആ വെള്ളക്കെട്ടുകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞു. എന്നാൽ പിണറായി സർക്കാർ വന്ന പദ്ധതി നിർത്തി. UDF സർക്കാർ വന്നാൽ ആ ഓപ്പറേഷൻ അനന്തയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിനെ ഏറ്റവും ഹൈടെക് നഗരമാക്കാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ഒരു സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ
ഓരോന്നായി പരിപാലിച്ചുകൊണ്ട് UDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാറ്റത്തിന് വോട്ട് ചെയ്യണം. നിങ്ങൾ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് ഈ ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള വോട്ടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ മതേതര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണം. നമ്മുടെ എത്രയോ കുട്ടികൾ കഴിഞ്ഞ 10 വർഷമായി പോലീസ് മർദ്ദനങ്ങളേറ്റ് പീഡനങ്ങളേറ്റ് കഴിഞ്ഞിരുന്ന ആ കാലഘട്ടം ഇനി അവസാനിക്കുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ പരാതി പരിഹാര കേന്ദ്രങ്ങളായി ഭാവിയിൽ അത് തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെല്ലാം പറഞ്ഞ ഒരു ധിക്കാരിയായ മുഖ്യമന്ത്രി, എന്തിനും ഏതിനും ധിക്കാരം പറയുന്ന മുഖ്യമന്ത്രിയോട് കിടക്ക് പുറത്ത് എന്ന് പറയുന്ന ദിവസമാണ് ഏപ്രിൽ 9 അതിന് നിങ്ങൾ സഹായിക്കണം, അനുഗ്രഹിക്കണം.